നമുക്കിനി നമുക്കൊരു ഓർഡർ റിസീവ് ചെയ്യണ സമയത്ത് നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓർഡർ റിസീവ് ആവുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ബെൽ റിങ്ങിൻ്റെ ഒച്ച, നല്ല ഒച്ചയുള്ളത് 2 പ്രാവശ്യം റിങ് അടിച്ച് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മുടെ അഡ്മിൻ പാനലിൽ വരുന്ന സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇമെയിൽ ഐ ഡി പാസ്വേഡ് എടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനാണ് നമുക്ക് കാണാം. ഇതിൽ ഫ്രണ്ടിൽ തന്നെ ലൈവ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസീവായ ഓർഡേഴ്സ് ഒക്കെ ഓരോന്നായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ നമ്മൾ ഡെമോന് 2 ഓർഡർ ഇട്ടിട്ടുണ്ട്. ആ 2 ഓർഡർ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് റൈറ്റ് സൈഡ് മുകളിൽ ടേക്ക് എവേ ആണോ ഇല്ല ഡെലിവറി ആണോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ടും ഇപ്പോൾ ടേക്ക് എവേ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡ് ടോപ്പിൽ നമുക്ക് ഏതാണെന്നുള്ളത് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ദെൻ ഇവിടെ നിന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഓർഡർ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ 2 ഓർഡറും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ഓർഡറും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ മാനേജ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെടുക്കുക. അതെടുത്തതിന് ശേഷം ഈ 2 ഓർഡറാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ അക്സെപ്റ്റഡ് സ്റ്റാറ്റസ് മാറി, കണ്ടോളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് അറിയണ്ടേ, എന്നാലേ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഗ്രീൻ കളറിൽ റൈറ്റ് സൈഡ് താഴെ ഗ്രീൻ കളറിൽ ഒരു പേപ്പറുടെ സൈൻ ഉണ്ട്. അത് ടച്ച് ചെയ്യുക. അത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽസും അതിൻ്റെ താഴെ നമുക്ക് ഓർഡർ ഡീറ്റെയിൽസും കാണാനായിട്ട് പറ്റും. ഏത് ഐറ്റമാണ്, എത്ര ക്വാണ്ടിറ്റി ആണ് എന്നുള്ളതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഐറ്റംസ് എല്ലാം ഇവിടെ നമുക്ക് നോക്കി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓർഡർ നമ്മൾ ഏതൊക്കെ ഐറ്റമാണ് നോക്കി ആ ഐറ്റമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ബ്ലൂ കളറില്ലേ അക്സെപ്റ്റഡ് എന്ന് എഴുതില്ലേ, അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് ഫുഡ് റെഡി എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ടേക്ക് എവേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് റെഡിയായി എന്നറിയും കസ്റ്റമർക്ക്. അപ്പോൾ ഫുഡ് റെഡി ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ അവർ വന്ന് വാങ്ങിച്ചോളും. അവർക്ക് വന്ന് വെയിറ്റ് ചെയ്യേണ്ട. ഓക്കെ, ഇപ്പോൾ ഇത് ഡെലിവറിക്കും ഈ ഓപ്ഷൻ തന്നെയുണ്ട്. ഫുഡ് റെഡി ആയപ്പോൾ നമ്മൾ ഫുഡ് റെഡി എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ കസ്റ്റമർ വന്ന് എടുത്തിട്ട് പോയി, ഇല്ല ഡെലിവറിയാണ് നമ്മൾ കൊണ്ട് ഡെലിവറി ബോയ്സ് വന്ന് എടുത്തിട്ട് പോയി ഫുഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പാച്ച് എന്നുള്ളത് കൊടുക്കും. ഇനി ഡെലിവറി ബോയ് എടുത്തിട്ട് പോയി അപ്പോൾ നമുക്ക് എടുത്തിട്ട് പോയി കസ്റ്റമർ കയ്യിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ ഓർഡർ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഇപ്പോൾ അത് ഫ്രണ്ടിലുള്ള അഡ്മിൻ പാനലിൽ നമുക്ക് ഓർഡേഴ്സ് കാണിച്ചിട്ടില്ലേ, അതിൽ ഈ ഓർഡർ പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഹിസ്റ്ററി, അതായത് പ്രീവിയസ് നമുക്ക് എത്ര ഓർഡർ വന്നു എന്നുള്ളതിൽ കംപ്ലീറ്റ് ആയോ ക്യാൻസലായോ എന്നുള്ളത് നമുക്ക് ഇതിലുണ്ടാവും. പക്ഷേ ഫ്രണ്ടിൽ അഡ്മിൻ പാനലിനും അത് പോയിട്ടുണ്ടാവും കംപ്ലീറ്റ് ആയ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ട് കസ്റ്റമർ പറയാണ് ക്യാൻസൽ ചെയ്യണം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റഡിലാണ് ഉള്ളത്. ക്യാൻസൽ ചെയ്യണം. എങ്ങനെ ക്യാൻസൽ ചെയ്യും? നമ്മൾ ആദ്യം പെൻഡിങ്ങിലാക്കി ഇടണം. പെൻഡിങ്ങിലാക്കി ഇട്ട ശേഷം നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ചാണോ, ഇല്ല സ്റ്റോക്ക് ഔട്ട് ആയതാണോ, ഡ്യൂപ്ലിക്കേറ്റ് ഓർഡർ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കും. നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഓർഡർ കൊടുക്കുകയാണ്, ക്യാൻസൽ ഓർഡർ. അപ്പോൾ ഈ ഓർഡർ ക്യാൻസലായി, നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്ന ഓർഡേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ.